അങ്ങനെ സിയ ഭയങ്കര ദേഷ്യത്തിലാണ്. ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ട്രാവൻകൂർ മോളിൽ പോയിട്ട് അവളെ ഒരു റൈഡിലും കയറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ ഏകദേശം 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ട്രാവൻകൂറിലെത്തിയപ്പോൾ ഏകദേശം 7:30 ആയി. ബൈപ്പാസ് വഴി വെച്ച് അങ്ങോട്ട് പിടിച്ച്. അപ്പോൾ ട്രാവൻകൂർ മോളിലെത്തി. അന്ന് ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവൾക്ക് മറ്റേ ഇതിലൊക്കെ കയറണമെന്ന് പറഞ്ഞു. എന്താ പറയുക, മറ്റേ കുട്ടിക്ക് കളിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണത്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി ഒന്ന് കളിപ്പിച്ച് റെഡിയാക്കി വന്നപ്പോഴേ തിരിച്ചു വന്നപ്പം അവിടെ ബസ് കിടപ്പുണ്ട്. അപ്പോൾ അവൾക്ക് ബസ്സിൽ കയറി കറങ്ങണം. പിന്നെ വിചാരിച്ച് ശരി, പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമ്മുടെ മക്കൾ പറഞ്ഞാൽ നമുക്ക് ഈ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കൊള്ളാം, നമ്മളൊക്കെ എവിടെയാണ് പോയിട്ടുള്ളത്? എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പോയിട്ടുള്ള ഭീമാപ്പള്ളി നേർച്ചയ്ക്കാണ്. അത് ഉമ്മാടെയും പാപ്പാടെയും കയ്യും പിടിച്ചു പോകും. അത് വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ. ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും. പക്ഷെ നമ്മളെ മക്കൾക്കും നമ്മൾ അതേപോലെ കൊടുക്കാതിരുന്നാൽ അത് മോശമല്ലേ? എന്നാൽ പിന്നെ ഓളെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ബസ്സിൽ കയറി ഫുള്ളിങ്ങനെ കറക്കം. അതായത് ആ ട്രാവൻകൂർ മാളിൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ കറങ്ങും. പല കടകളും, നല്ല അടിപൊളി ബ്രാൻഡഡ് സാധനങ്ങളും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്, ബ്രാൻഡഡ് ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോറൂംസ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. പിന്നെ ഗോൾഡ്, മലബാർ ജ്വല്ലറി, അതൊക്കെ ഉണ്ട്. സംഭവം പൊളിയാണ്. പിള്ളേരെയും കൊണ്ട് ഫാമിലിയും കൊണ്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ അത്യാവശ്യം. ട്രിവാൻഡ്രം ആ ഭാഗത്തുള്ളവർക്ക് ഒന്ന് പോവാം. ലുലു മാളിൽ നിന്ന് നേരെ കുറച്ചൊന്ന് ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൻകൂർ മോള് അടിപൊളിയാണ്. പോയി ഒന്ന് എൻജോയ് ചെയ്തൊക്കെ വരാം ഫാമിലി ആയിട്ടൊക്കെ. കണ്ടോളി, നല്ല രസമാണ്, അടിപൊളിയാണ്, സംഭവം പൊളിയാണ്. ഒരു ബസ് ഒരു 3 റൗണ്ട് ഇങ്ങനെ കൊണ്ട് കറക്കും. ഒരു ടിക്കറ്റിന് 100 രൂപയാണ്. അത് കുട്ടിക്ക് വേണമെങ്കിൽ മുകളിലിരിക്കാം. ഞാൻ കാണിച്ചു തരാം ബസ്സിൻ്റെ ഇത്. വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ താഴെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കുട്ടിക്ക് കയറാം, മേലിരുന്ന് കാണാം. അപ്പം നമ്മൾ ചോദിച്ചു വലിയവർക്ക് ഇരിക്കാനുള്ള അത്രയും ഇതൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വെയിറ്റോ താങ്ങുന്ന സംഭവങ്ങളൊന്നും അല്ല. സംഭവം പൊളിയാണ്. എന്താ പറയുക, നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ പോലത്തെ ഒരു ബസ്. അതിൻ്റെ ഇതൊക്കെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ? നമുക്ക് കിട്ടാത്ത സംഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോഴുള്ള മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഈ പിള്ളേരുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മൂത്തോളുടെ ഇളയവള് സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാക്കത്തേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, അവിടെ പോകണം ഇവിടെ പോകണം. ഞാൻ പറയാം എന്നാൽ ശരി, എന്നാൽ പോവാം. കാരണം ഇതാക്കൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയില്ല. നമ്മൾ 1 മാസം 1.5 മാസത്തെ ലീവിന് വരുമ്പോഴാണ് അവരിങ്ങനെ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകുന്നത്, എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിക്കുന്നത്, അല്ല ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ലണ്ടൻ ടച്ച്, യൂറോപ്യൻ ടച്ച് പോലത്തെ ചെറിയ ഇലക്ട്രിക് നല്ല രസമാണ്. ഇങ്ങനെയാണ് സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.